വാസുദേവൻ. യെസ്, വാസുദേവൻ. പ്രകാശ് മേനൻ. വാസുദേവൻ അഥവാ പ്രകാശ് മേനൻ, പ്രകാശ് മേനൻ അഥവാ വാസുദേവൻ, പ്രകാശ് മേനൻ എങ്ങനെ വാസുദേവനായി, വാസുദേവൻ എങ്ങനെ പ്രകാശ് മേനനായി? ഇതായിരിക്കും മാഡത്തിന്റെ കൺഫ്യൂഷൻ. ഓക്കെ, ഐ വിൽ ടെൽ. പ്രകാശ് മേനൻ വാസുദേവൻ ആയതല്ല, ആകേണ്ടി വന്നതാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും മിസ് അനൂപിള്ള തന്നെയാണ്. അതുകൊണ്ട് പ്രകാശ് മേനൻ ഒന്നേ പറയാനുള്ളൂ, വാസുദേവനെ തെറ്റിദ്ധരിക്കരുത്, അയാൾ പാവമാണ്, നല്ലവനാണ്. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു കള്ളക്കളി എന്ന് ചോദിച്ചാൽ there is only one answer. അതും പ്രകാശ് മേനൻ തന്നെ പറയാം. ബിക്കോസ് ഐ ലവ് യു. യു ചീറ്റ്. താൻ എന്താ പറഞ്ഞേ? ഇത്രയും നാൾ എന്നെ വിട്ടിയാക്കുമായിരുന്നല്ലേ? കള്ളക്കഥകൾ പറഞ്ഞൊരു വേലക്കാരന്റെ വേഷം കെട്ടി എന്റെ ചിക്കുമോളെ കയ്യിലെടുത്ത് താൻ ഈ നാടകം കളിച്ചത് എന്തിനാണെന്ന കാര്യം എനിക്ക് അറിയണം. പറഞ്ഞല്ലോ, ബിക്കോസ് ഐ ലവ് യു. തന്റെ ഈ മാന്യതയ്ക്ക് പിന്നിലുള്ള വൃത്തികെട്ട മനസ്സ് ഞാൻ പുറത്തറിയിക്കും. ആൾമാറാട്ടം നടത്തിയതിന് തന്റെ പേര് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ബിൽഡേഴ്സ് ഇന്ത്യയിലെ ചീഫ് ആർക്കിടെക്ട് പ്രകാശ് മേനന്റെ തനിനിറം എല്ലാരും അറിയട്ടെ. അറിഞ്ഞോട്ടെ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു, ലവ് യു, ലവ് യു. ബൈ. ഭഗവാൻ തെരി മായോ. ഒരു കണക്ഷനും ഇല്ലാതെ പ്രകാശ് മേനൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോ, ഐ കോണ്ട് ബിലീവ് ദിസ്. സത്യമാണ് സാർ, എനിക്കിതിൽ തിരുത്താനോ മാറ്റാനോ ഒന്നുമില്ല. ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. ഇതുപോലൊരു സ്കെച്ച് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്നല്ല, നമ്മുടെ കമ്പനിയിലെ മറ്റോ ഒരു ആർക്കിടെക്റ്റിനും കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ദിസ് അനൂപിള്ള ഈസ് റിയലി എ ജീനിയസ്. എനിവേ, അനു വിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ദിസ്. ഇത്ര പെട്ടെന്ന് പ്രകാശ് ഇത് വെരിഫൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ എത്തിക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. സ്കെച്ച് മാത്രമല്ല, ഇത് പ്രകാശ്, എന്താ ഇത്? ആർ യു മാഡ്? നോ സർ, അബ്സല്യൂട്ട്ലി നോ. അനൂപിള്ളയെ പോലെ ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് കൂടെ ഉള്ളപ്പോ ഇനി എന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നോ, പ്രകാശ് എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നു. പറയൂ, പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനത്തിന് കാരണം? പ്രകാശ് മേനനെ കുറിച്ച് പറയുമ്പോ സാറിന് 1000 നാവായിരുന്നല്ലോ. ഇപ്പോഴെന്തായി? കമ്പനിയുടെ ഗുഡ് ബുക്സിൽ അടിവരയിട്ട് സ്ഥാനം പിടിച്ച പ്രകാശ് മേനന്റെ പുറംപൂച്ച് മാത്രമേ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളൂ. ഹീസ് എ ചീപ്പ് വുമനൈസർ. വഴിയരികിൽ കിന്നാരം പറയാൻ നിൽക്കുന്ന പൂവാലമാർക്ക് ഇയാളെക്കാൾ അന്തസ്സുണ്ടാവും. സോറി സർ, അയാളെ കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് വാക്കുകൾ വേണ്ടിവരും. പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അനു പറയുന്നത് പോലെ പ്രകാശ് മേനൻ ഒരു വേലക്കാരന്റെ വേഷം കെട്ടിയെന്ന് വെച്ച് അയാൾ എങ്ങനെ ഒരു വുമനൈസർ ആവും? എടോ, മനസ്സിൽ ഇഷ്ടം തോന്നുമ്പോ അത് പ്രകടിപ്പിക്കുവാൻ പലരും പല വഴി കണ്ടെത്തും. പ്രകാശ് ഇങ്ങനൊരു വഴി കണ്ടെത്തി. തന്റെ സ്നേഹം നേടാൻ, അല്ലെങ്കിൽ പിന്നെ സ്വന്തം നിലയും വിലയും മറന്ന് ഇങ്ങനൊരു വേഷം കെട്ടിക്കൊണ്ട് പ്രകാശിന് എന്താ നേട്ടം? സഹായമല്ലാതെ എന്ത് ദ്രോഹമാ തന്നോട് അയാൾ ചെയ്തിട്ടുള്ളത്? അനു, സ്നേഹം വിശുദ്ധമായ ഒരു വികാരമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഹൃദയം ഉണ്ടാകണം. തനിക്കതില്ലാതെ പോയി. പ്രകാശിനെ കുറിച്ച് എനിക്കിപ്പോൾ കൂടുതൽ മതിപ്പാണ് തോന്നുന്നത്. ഇനി തന്റെ കണ്ണിൽ അയാൾ ചെയ്ത തെറ്റാണെങ്കിൽ തന്നെ അതിനുള്ള പ്രായശ്ചിത്വം അയാൾ ചെയ്തു കഴിഞ്ഞു. അയാളുടെ രാജിക്കത്ത്. ഇവിടെയും ജയൻ തനിക്കാണ്. ഒരു ട്രാൻസ്ഫറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. But still, I love you, love you, love you.
എക്സ്ക്യൂസ് മീ, യെസ്. മിസ്റ്റർ പ്രകാശ് മേനോൻ. നിങ്ങൾ ആരാ? ഞാൻ അനുപിള്ള. മിസ്റ്റർ പ്രകാശ് മേനോനെ. ഓഹോ, ആ പിള്ള നിങ്ങളാണോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആഴവും പരപ്പും അറിയാതെ പുറംകാലിലോട്ട് തട്ടി തെറിപ്പിച്ചിട്ട് ഇപ്പൊ പ്രകാശ് മേനോനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. കാറിലാ പോയിരിക്കുന്നത്. ഇപ്പൊ തോപ്പുംപടി പാലം കഴിഞ്ഞു കാണും. ബൈപ്പാസ് വഴി നൂത്ത് പിടിച്ച അരൂരെത്തുമ്പോ പിടിച്ചടക്കാം. ചെല്ല് ചെല്ല്. ആ, നോക്കി നിൽക്കാതെ കസര എടുത്ത് കേട്ടോ. ആ, വേഗം ആകട്ടോ. ആ, ചരടുകൊണ്ട് ഭംഗിയായിട്ട് കെട്ടണം. എക്സ്ക്യൂസ് മീ. പ്രകാശേ, അയ്യേ, ഭഗവാൻ തെരി മായ.